തന്റെ പെങ്ങളോട് പറയുകയാണ്, നീ ഉച്ച ദുഹർ കഴിയുമ്പോ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നവളല്ലേ, നീ നോമ്പ് മുറിക്കുന്ന സമയത്ത് പോലും നീ നടന്നല്ലേ തിന്നുന്നത്? അടുക്കളയിൽ നിന്ന് ഓടി വരികയാണുമ്മ. ഓടി വന്ന ഭക്ഷണം എടുത്ത് കഴിച്ച് ചായ വെച്ച് നടക്കരുത് പെങ്ങള്. നിനക്ക് ആവശ്യമില്ലേ? നിനക്കാരാവുള്ളത്? നീ പറയുന്നത് നിന്റെ ഭർത്താവ് കേൾക്കാൻ പോലും സമയമില്ലാത്ത മനുഷ്യനല്ലേ? തിരക്ക് പിടിച്ച് നടക്കുന്ന മനുഷ്യനല്ലേ? നിന്റെ പാപങ്ങൾ പൊറുക്കണ്ട്, നിന്റെ രോഗങ്ങൾ മാറണ്ട്, നിന്റെ പ്രയാസങ്ങൾ മാറണ്ട്, നിനക്കൊരു നല്ല ജീവിതം വേണ്ട. നിന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകണ്ട്. മരിച്ചുപോയ ഉപ്പാന് സ്വർഗം വാങ്ങിക്കൊടുക്കണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണ്ട്. നിന്നെ കഷ്ടപ്പെട്ടു വളർത്തിയ നിന്റെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണ്ട്. ആ ദുആ ചെയ്യേണ്ട സമയമാണ്. സ്വന്തം കാര്യം നോക്കേണ്ട സമയത്തും നീ ഭക്ഷണം വെച്ച് ഓടി നടക്കല്ല പെങ്ങള്. നിങ്ങളിൽ എത്ര പേരാ സഹോദരിമാരെ, നിങ്ങളിൽ എത്ര പേരാ ആ 6:30 മുതൽ നോമ്പ് മുറിക്കുന്ന സമയം വരെ അടങ്ങി ഒന്നിരിക്കുന്നത്? ആ സമയത്ത് നീ അടുക്കളയിലാ, ഭർത്താവ് ഇങ്ങനെ ഇരുന്നിട്ട് കൊണ്ടുപോവാ 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 കൽപ്പന. അദ്ദേഹം ഓർഡർ ഇടും, ചായ വേണം, കടി വേണം. എന്തിനാ പെങ്ങളെ? ഒരു 5:30 6 മണി അല്ലെങ്കിൽ 6:30 മുമ്പ് എല്ലാ പണിയും തീർത്തു ഒന്നുവെടുത്തിട്ട് സ്വന്തം കാര്യം നോക്ക്. നീ പോയിരുന്ന് ദുആ ചെയ്യ്. അൽഹംദുലില്ലാ, ആ സമയത്ത് നീ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു